മൈ ലാസ്റ്റ് പ്രാക്ടിക്കൽ വീഡിയോ ബോട്ടണി എക്സാം. അങ്ങനെ ബോട്ടണി എക്സാം കഴിഞ്ഞു. ഇറ്റ് വാസ് റിയലി ഈസി എക്സാം. നമുക്ക് എന്താ പറയുക, ഫസ്റ്റ് ഭയങ്കര ടെൻഷനായിരുന്നു. പിന്നെ അങ്ങോട്ട് ആ ടെൻഷനൊക്കെ എവിടേക്ക് പോയൊരു എക്സാം ആയിരുന്നു. കാരണം ഫസ്റ്റ് ഞങ്ങൾക്ക് എൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ട ആൾക്കാരൊക്കെ അറിയാം, ഭയങ്കര ടെൻഷനായിട്ട് ഞാൻ ഫസ്റ്റ് എൻ്റെ 2 എക്സാംസും അറ്റൻഡ് ചെയ്ത്. പക്ഷേ വിചാരിക്കുന്ന അത്ര ഒരു ടെൻഷൻ്റെ ആവശ്യമില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായി. ലാസ്റ്റ് എക്സാം ഭയങ്കര കൂളായിട്ട് പോയിട്ട് എക്സാം എഴുതി. കാരണം ഞാൻ തലേദിവസം നമുക്ക് 2 ദിവസം ബ്രേക്ക് ഉണ്ടായിരുന്നു. ഫസ്റ്റ് കഴിഞ്ഞാൽ ഒന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല ബോട്ടണി. സെക്കൻഡ് ഡേ രാത്രി ഒരു 6 മണിക്ക് ആയപ്പോഴും ഞാൻ ബോട്ടണി നോക്കിയത്. പിന്നെ ഞാൻ ഒരു 1 hour കൊണ്ട് കംപ്ലീറ്റ് ചെയ്തു. എന്താ പറയുക, അപ്പോൾ നിങ്ങൾക്ക് 1 hour കൊണ്ട് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തു. ഇല്ല, ഞാൻ മോഡൽ എക്സാമിന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആകെ പഠിക്കാത്തത് ലാബിലിംഗ് മാത്രം. അപ്പോൾ അത് മാത്രമേ നോക്കാണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ. വെടുപ്പായിട്ട് അത് നോക്കി. ഡയക്കോട്ട് സ്റ്റെമ്മ കമ്മ്യൂണിസ്റ്റ് പച്ചരുന്ന് കിട്ടിയ, പിന്നെ കാലിക്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നമുക്ക് കിട്ടിയത് മെറ്റാഫേസ് ആയിരുന്നു. പിന്നെ പറയുകയാണെങ്കിൽ എല്ലാം ഈസി ആയിരുന്നു. ഭയങ്കര ഒരിക്കലും ബുദ്ധിമുട്ടുള്ളത് തരില്ലല്ലോ. പിന്നെ ആകെ എനിക്ക് ചെറിയൊരു ഇത് തോന്നിയത്, കാരണം ഞാൻ ഡയക്കോട്ട് സ്റ്റെമ്മ് ചെയ്യുന്ന സമയത്ത് കുറച്ച് എക്സ്ട്രാ പ്രഷർ കൊടുത്തു സംശയം മറ്റേ സംഭവം ഉണ്ടല്ലോ, അത് ചെറുതായിട്ട് പൊട്ടിപ്പിച്ച് കുഴപ്പമുണ്ടായിരുന്നില്ല. ബാക്കിയൊക്കെ ഈസി ആയിരുന്നു. പെട്ടെന്ന് തന്നെ എക്സാം കഴിഞ്ഞു. പിന്നെ നമ്മൾ സാധാരണ വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും. പിന്നെ വൈവേനെ പറ്റി പറയുകയാണെങ്കിൽ, വൈവ നമ്മുടെ ടീച്ചർ എന്നോട് വന്ന് ചോദിച്ചതും ഇവിടെ എക്സ്പെരിമെൻ്റ് ഉണ്ടല്ലോ, അത് ബേസ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. എനിക്ക് കിട്ടിയ എക്സ്പെരിമെൻറ്റ് ഹൈഡ്രൽ എക്സ്പെരിമെൻ്റ് ആയിരുന്നു. ഹൈഡ്രൽ എക്സ്പെരിമെൻറ്റിൽ എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടത്, പിന്നെ മറ്റേ ഗ്യാസ്, അങ്ങനത്തെ ഒരു ഈസി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചോദിച്ചത്. അപ്പോൾ ഇതിൽ 30 out of 30 ആണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബാക്കി എക്സാംസിൽ എനിക്ക് പറയുകയാണെങ്കിൽ മേ ബി 1-2 മാർക്ക് അത്ര ഡിഫറൻസ് ഉണ്ടാവുള്ളൂ. അത്രയും വൃത്തിയിൽ എഴുതിയതാണ് എൻ്റെ വിശ്വാസം. നമുക്കിത് എടുത്ത് കളയാം, അങ്ങനെയല്ല. എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇത്രയും എക്സാം പ്രാക്ടിക്കലിൻ്റെ കഴിഞ്ഞു. ഇനി നമ്മൾ തീരയ്ക്ക് തീരെ ഇമ്പോർട്ടൻസ് കൊടുത്തില്ലെങ്കിൽ തീരെ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. ഒരു ദിവസം പ്രാക്ടിക്കലും കൂടി നോക്കി നമുക്കിനി കുറച്ച് ദിവസങ്ങളുള്ളൂ. ആ ദിവസങ്ങൾ വൃത്തിയിൽ പഠിച്ചില്ലെങ്കിൽ ശരിക്കും പണി കിട്ടാൻ പോകുന്നത് നമ്മുടെ ശരിക്കും. നമുക്കിനി കുറച്ചും കൂടി ദിവസം കഴിഞ്ഞാൽ ശരിക്കുള്ള എക്സാം വരും, മോഡൽ എക്സാം വരും. അതിനേറ്റ് മുമ്പ് നമ്മൾ പാഠങ്ങളെല്ലാം നന്നായിട്ട് നോക്കി പോകണം. ഫുള്ളായിട്ട് നോക്കാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എക്സാമിനേറ്റ് മുമ്പ് വരെ എല്ലാം കൃത്യമായിട്ട് പോകണം. ബയോളജിക്കാരെ സംബന്ധിച്ച് ബയോളജിക്കാർക്ക് കുറച്ച് വലിയ നല്ല ടൈം ടേബിൾ ഒന്നുമല്ല, പെട്ടെന്ന് കഴിഞ്ഞ എക്സാമാണ്. അപ്പോൾ അതിനേറ്റ് മുമ്പ് നമ്മൾ ഇത്ര ദിവസം ഞങ്ങൾക്ക് പഠിച്ചിട്ടില്ല, എന്നെ ഒന്നും പറ്റില്ല, ഇനി പഠിച്ച വല്ലതാവോ എന്ന് വിശ്വസിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കളോട് പറയാനുള്ള, നിങ്ങളിപ്പോൾ അങ്ങനെ വിശ്വസിച്ച് ഒന്നും പഠിച്ചില്ലെങ്കിൽ 4 ദിവസം വരും ഒരു ഗ്രറ്റിൻ്റെ ഒരു ദിവസം. അപ്പോൾ തോന്നും അപ്പോൾ എന്തെങ്കിലും പഠിച്ചാൽ മതിയായിരുന്നു. വലിയ മോട്ടിവേഷൻ്റെ ഒരു ആവശ്യമില്ല. എനിക്കിങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാൻ 1200 520 520 ഉണ്ടായിരുന്നില്ല, 90% പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ പാസ്റ്റ് ഈസ് പാസ്റ്റ്. ഇന്നലെ വരെ ഞാൻ എങ്ങനെയായിരുന്നു എന്നതിന് ഞാൻ ഒരു ഇത് നോക്കുന്നില്ല. ഇനി അങ്ങോട്ട് എങ്ങനെയാണ് ഞാൻ വലിയ ടൈം ടേബിൾ നിങ്ങൾക്ക് തരുന്നത്. കുറച്ച് ടിപ്സ് പറഞ്ഞുതരാം, നിങ്ങളുടെ ഇഷ്ടമാണ് വേണമെങ്കിൽ അത് ഫോളോ ചെയ്യാം, അല്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ. ഫസ്റ്റ് പറയുകയാണെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പേപ്പേഴ്സ്, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. നിങ്ങൾക്ക് ആവശ്യം അങ്ങനെയൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കുക ചെയ്യാം. എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ബയോളജിയുടെ കേസ് വേണമെങ്കിൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, അങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറുതായിട്ടും ഇങ്ങനെ നമ്മുടെ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയറിലെ കുറച്ച് നോട്ട്സാണ്. പെട്ടെന്ന് മറന്നു പോകണം, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് വേർഡ്സ് ക്യാച്ച് ചെയ്യാൻ പറ്റാത്തൊരു ഇതാണ്. അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് വൃത്തിയെടുത്ത് പഠിച്ചാൽ മാത്രം മതി. അങ്ങനെ ചിലതിനൊക്കെ അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില എക്സാമിന് നമ്മുടെ കെമിസ്ട്രി എക്സാം ടീച്ചർ ഫസ്റ്റ് പറഞ്ഞിട്ടെല്ലാം ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ച് ലാസ്റ്റ് ഈസി ആയിരുന്നു പറഞ്ഞാൽ ശരിയാണ്. ഞാൻ കുറേയൊക്കെ ഷോർട്ട് നോട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റ് അതൊക്കെ പഠിച്ചാൽ മാത്രം മതി. എല്ലാതും ഇതിലുണ്ടോ ഭയങ്കര മൈന്യൂട്ടായ പോയിന്റ്സ് ഒന്നുമില്ല, എന്നാൽ മേജറായിട്ടുള്ള എല്ലാ റിയാക്ഷൻസും എല്ലാതും ഉണ്ട്. ഇത് കെമിസ്ട്രിക്ക് മാത്രമല്ല, ഞാൻ ഇംഗ്ലീഷിലും അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എനിക്ക് ഓൺ എക്സാമിൽ ഇംഗ്ലീഷിൽ 80 out of 80 ആയിരുന്നു. അതെങ്ങനെ കിട്ടിയെന്ന് കുറച്ച് എൻ്റെ ഫ്രണ്ട്സിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ മലയാളം മീഡിയത്തിൽ വന്നത്, ഞാൻ ഇംഗ്ലീഷ് മീഡിയം ആയിരുന്നില്ല. അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ട് എനിക്ക് ഇപ്പോൾ ഉണ്ടായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇംഗ്ലീഷ് എന്നൊരു സബ്ജക്റ്റ്, അത് ഏത് സബ്ജക്റ്റായാലും കാണാതെ കുറേ പഠിക്കുന്നത് തീരെ ഇഷ്ടമല്ല. മനസ്സിലാക്കി കുഞ്ഞു പോയിന്റ്സ് ആക്കി വെച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ ഈ ഓൺ എക്സാമിൻ്റെ ടൈമിൽ സമയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ കുറച്ച് പോയിന്റ്സ് ആയിട്ട് എഴുതി വെച്ചതാണ്. എന്ന് വെച്ചാൽ ഏതൊരു ചാപ്റ്റർ എടുത്താലും എൻ്റെ ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നു ഒരു 1 ചാപ്റ്റർ വെച്ച് ബാക്കി എല്ലാ യൂണിറ്റും ഞാൻ ഷോർട്ട് നോട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കൊരു ഒരു പാടെടുത്തിനും നമ്മൾ ഒരു ചാപ്റ്റർ ആണെങ്കിൽ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഹൈലൈറ്റ് ചെയ്യുന്ന പോയിന്റ്സ് ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ ഇങ്ങനെ നോട്ട് ചെയ്ത് വയ്ക്കുക. അതാണ് നമുക്ക് ഇംഗ്ലീഷിൽ ചെയ്യാനുള്ളത്. ഈ കെമിസ്ട്രിയിൽ പറഞ്ഞ പോലെ നോട്ട്സ് ഉണ്ടാക്കി വയ്ക്കുക, അത് ഡെയിലി റിവൈസ് ചെയ്യുക. മാത്സ് പ്രാക്ടീസ് തന്നെയുള്ള മാത്സ് പറഞ്ഞാൽ, കാരണം നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്ത് തരാണ്. ടെൻഷനായിരുന്നിട്ട് ഒന്നും നമുക്ക് നേടാനില്ല. അപ്പോൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുക. വേണമെന്ന് വെച്ചാൽ നമ്മളെ കൊണ്ട് പറ്റാതായിട്ട് ഒന്നുമില്ല, വലിയ മോട്ടിവേഷൻ ഒന്നും ഇല്ല. എന്നാലും പിന്നെ അല്ലാതെ ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കുക. പിന്നെ നമ്മൾ ഭയങ്കര ഉണ്ടാക്കി വെക്കണം. ഞാൻ ഒരു കാരണം വെച്ചാലും പറയില്ല. ഇന്നലെ ഞാൻ പഠിച്ച നോട്ടാണ്. ഇത് കാണുമ്പോൾ ചിലപ്പോൾ വേറെ ആർക്കും ഒന്നും മനസ്സിലാവുണ്ടാവില്ല. പക്ഷെ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആലോചിക്കാതെ നമ്മൾ ഉണ്ടാക്കുന്നത് നമുക്ക് മനസ്സിലാവാൻ വേണ്ടി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മാർക്ക് വേണമെങ്കിൽ നമ്മൾ അത് കഷ്ടപ്പെട്ട് തന്നെ ഉണ്ടാക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുക, അതേപോലെ നോട്ട് ഉണ്ടാക്കി വയ്ക്കുക. അതാണ് ബയോളജി, സുവോളജി പോയിട്ടുള്ള കേസ് പറയാനുള്ളത്.
ഫിസിക്സ് ഫസ്റ്റ് എല്ലാ കോൺസെപ്റ്റ് മനസ്സിലാക്കിയിട്ട് കുറച്ച് കണ്ടുപിടിക്കുക, ഡെറിവേഷൻ ചെയ്ത് നമുക്കറിയാമെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെ ഇരിക്കരുത്. അറിയുന്നെങ്കിലും അറിയില്ലെങ്കിലും ഡെയിലി നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഒരു ഡെറിവേഷൻ ഭയങ്കര ടഫാണെന്ന് വെച്ചാൽ 2 ദിവസം എടുത്തിട്ട് കുറച്ച് പഠിച്ച് ഉറപ്പായിട്ട് നമ്മളെ കൊണ്ട് പറ്റും. ഇനിയും അലസത പിടിച്ചിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, മാർക്ക് ചേഞ്ച് ചെയ്യണം. നിങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ അതും കഷ്ടമാണ്. ഞാൻ എഴുതേണ്ട മാത്സാണ്, അതും എന്തായാലും പഠിക്കണം. നമുക്ക് തീരെ ടൈമില്ല. മാർച്ചിക്ക് മാറ്റി വയ്ക്കുന്ന ഒരു കാരണം വെച്ചാലും പറ്റില്ല. കാരണം മാർച്ചൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഒരു 6 ബയോളജിക്കാർക്ക് ഒരു ദിവസത്തേക്കോ ഗ്യാപ്പ് വരണമല്ലോ ഇമ്പ്രൂവ്മെൻ്റ് കേസിൽ. അപ്പോൾ ഇപ്പോഴേ പഠിച്ചു പോവുക, ഡെയിലി നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് നമ്മൾ ഇത്രയും ദിവസം നമ്മൾ ഇങ്ങനെയൊക്കെ പഠിച്ചു പോയി. ഓക്കെ, കഴിഞ്ഞു, പാസ്റ്റ് ഇസ് പാസ്റ്റ്. ഇനി വരാൻ പോകുന്നത് നമ്മളിങ്ങനെ കാണുന്നു എന്നതിനനുസരിച്ചുള്ള റിസൾട്ട്. അപ്പോൾ എല്ലാവർക്കും പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഇനി ഞാൻ വീഡിയോസ് അങ്ങനെ അപ്ലോഡ് ആക്കില്ല, പ്രാക്ടിക്കൽസിന് വേണ്ടിയിട്ട് രസത്തിന് വേണ്ടിയിട്ട് ആക്കിയതാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ അതിന് കമൻറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പ് ചാനൽ തുടങ്ങാം. വാട്സപ്പ് ചാനൽ വെറുതെ കുറേ ലിങ്ക് അയക്കില്ല ചെയ്യാം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ നമുക്ക് എന്ത് കമ്മ്യൂണിറ്റി എല്ലാം തുടങ്ങിയിട്ട് നമുക്ക് ഡെയിലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസോ PDF നമുക്ക് ഡെയിലി അയച്ച് പഠിക്കാം. ഒരു സ്റ്റഡി ഗ്രൂപ്പ് പോലെ. അങ്ങനെ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഒരു 10 കമൻറ്റ് 10 പേർക്കൊക്കെ താല്പര്യം ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ഞാൻ ഉണ്ടാക്കിയിരിക്കും. അപ്പോൾ അതിനൊക്കെ റിപ്ലൈ തരാം. അപ്പോൾ ഇത് കുറച്ച് ലെങ്ത് വീഡിയോ പോയി. അപ്പോൾ താങ്ക് യു.